നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആക്ച്വലി ഫുൾ മൂൺ വരുന്നുണ്ട് 23rd. ഓക്കെ, ഞാൻ ഫുൾ മൂൺ വീഡിയോൻ്റെ ലിങ്ക് ഇന്നത്തെ റീഡിംഗ് തൊട്ടേ ഞാൻ താഴെടാം. അതൊന്ന് കാണുക എല്ലാവരും. ഫുൾ മൂൺ, ന്യൂ മൂൺ, ഫുൾ മൂണിൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫുൾ മൂൺ ന്യൂ മൂൺ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ നമ്മളുടെ ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്ന സമയമാണ്. അപ്പോൾ പല ട്രിഗേഴ്സും നമുക്ക് വരും. അതായത് റിലേഷൻഷിപ്സിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളിലാണ് പ്രത്യേകിച്ച് നമുക്ക് ട്രിഗർ വരിക. കൂടുതൽ അപ്സെറ്റ് ആവാനും ഇമോഷണൽ ആവാനും വളരെയധികം വിഷമം തോന്നാനും ഒക്കെ ഉള്ള സമയങ്ങളാണ്. കരച്ചിൽ, സങ്കടം, ദേഷ്യം എല്ലാം വരുന്ന സമയമാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ പ്രത്യേകിച്ച് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഇനി പുതിയ വീഡിയോസ് ഉണ്ടാക്കണം എന്നുണ്ട് എനിക്ക്, ഞാൻ ചെയ്യാം. മേ ബി അടുത്ത നോക്കട്ടെ, നാളെ സാധിച്ചാൽ നാളെ ചെയ്യാം. ഇല്ല, നാളെ സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത മാസത്തേക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഇപ്പോൾ തൽക്കാലം പഴയതെങ്കിലും കാണാം. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിടാം. ഓക്കെ, ഫുൾ മൂണിൻ്റെ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങാം. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത്. ഓക്കെ, നിങ്ങളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കണ്ടു നോക്കുക വീഡിയോസ്, നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഫുൾ മൂണിൻ്റെ സമയത്ത് ഇപ്പം നിങ്ങളുടെ എനർജീസ് ഫുൾ മൂൺ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് തവണ നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും രണ്ടും ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഫുൾ മൂണിൻ്റെ എന്ത് ഇഫക്റ്റ് ആയിരിക്കും എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. വളരെയധികം ഇമോഷണൽ ആവും. ഇപ്പം ഞാൻ ആദ്യമേ ഒരു വാർണിംഗ് പറയാം, കാരണം ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. പലരെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറയാം. ഈ സമയത്ത് നിങ്ങൾ വളരെയധികം ട്രിഗർ ആവാനുള്ള ചാൻസാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേഗം അടി, വഴക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള സാധ്യതയാണ്. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞ് കരയരുത്. ഓക്കെ, സോ സൂക്ഷിക്കുക. പറ്റുന്നതും ഈ വരുന്ന കുറച്ച് ദിവസം അധികം സംസാരിക്കാതിരിക്കുക, മാക്സിമം ട്രൈ ചെയ്യാം. ഹായ് ഹലോ പറഞ്ഞ് സംസാരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ഡീപ്പ് കോൺവെർസേഷനിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. നിങ്ങൾ ഇമോഷണൽ ആവും, നിങ്ങൾ എന്തെങ്കിലും പറയും, അവർക്കത് ട്രിഗർ ആവും, തിരിച്ചെന്തെങ്കിലും പറയും, നിങ്ങൾ അപ്സെറ്റ് ആവും. ആകെ കൂടെ ഒരു അവിയൽ കുളം. ഓക്കെ, സൂക്ഷിക്കാം. ഇത് നടക്കുന്ന സംഭവമാണ്. ഇത് പലതവണ നടന്നിട്ടുള്ളതാണ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ റീഡിങ്സ് ഒക്കെ കാണണമെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇതെപ്പോഴും നടക്കുന്ന കാര്യമാണ്. സോ ബി വെരി വെരി കെയർഫുൾ. ഓക്കെ, ഞാൻ ഇന്നേ അത് വാർണിംഗ് ഇടും പറയുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങളും ഇമോഷണലി ഡൗൺ ആയി പോകരുത്. കാരണം അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വളരെയധികം ഹേർട്ട് ചെയ്യും. ആ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആകെ ഡൗൺ ആയിപ്പോയി, പിന്നെ സങ്കടമാവും നിങ്ങൾക്ക് തന്നെ. ഓക്കെ, അതിനുള്ളൊരിട വെക്കാതിരിക്കുക. മാക്സിമം സംസാരിക്കാൻ പോകണ്ട. ഓക്കെ, തൽക്കാലം മാറി നിന്ന് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫുൾ മൂണിൻ്റെ ഞാൻ ആക്ടിവിറ്റീസ് കൊടുക്കാം, അതൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഫുൾ മൂൺ ദിവസം തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ തലേദിവസം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അന്നത്തെ ദിവസം സാധിച്ചാൽ അന്നത്തെ ദിവസം ചെയ്യാം. ഓക്കെ, ഞാൻ 1-2 ലിങ്ക്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ എടുത്തിടാം. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ്സ് അധികം എടുക്കാൻ പ്ലാനില്ല. കുറച്ച് എനിക്കൊരു പേഴ്സണൽ ടൈം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണൽ റീഡിങ് അധികം എന്നല്ല, മോസ്റ്റ്ലി ഞാൻ എടുക്കാൻ പ്ലാനില്ല. പക്ഷേ വീഡിയോസ് ഞാൻ കൂടുതൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വീഡിയോസിൽ നിങ്ങൾക്ക് പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ, ഈ ന്യൂ മൂൺ ഫുൾ മൂണിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം എന്നുണ്ട്. അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ നോക്കട്ടെ, ഞാൻ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ സെൽഫ് ലവ് ക്ലാസ് ഓൾമോസ്റ്റ് ഇപ്പോൾ 3ാമത്തെ ബാച്ചായിരുന്നു. അത് കഴിയാറായി, ഈ ആഴ്ച കഴിയും. അടുത്ത ബാച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലമില്ല, കുറച്ച് ബ്രേക്ക്, ഞാൻ എല്ലാത്തിൽ നിന്നും തൽക്കാലം ഒരു ബ്രേക്ക് ഇടും. യൂട്യൂബിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്നത്രയും ഞാൻ വീഡിയോസ് കൂടുതൽ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾക്കത് കണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലൊരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടില്ല. എനിക്ക് അതൊന്ന് നോക്കണം എന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവർക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ പോലെ. എനിക്ക് അതായത് ഇങ്ങനെ കുറച്ചുകൂടി ഞാനിങ്ങനെ പഠിപ്പിച്ചു തരാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം എന്നുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും കാണാമല്ലോ, അല്ലേ? എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയ രീതിയിൽ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ ചില പ്ലാൻസ് ഉണ്ട് എനിക്ക്. ദൈവം സഹായിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്, ഡെത്ത്, 2 of wands, 5 of swords, world card,
Two of Cups, very nice. Okay, Lovers. Okay, yeah. Seven of Pentacles, Nine of Cups, and Hierophant. Okay, Fool card ഉണ്ട് ഇവിടെ. Queen of Cups, Three of Swords. Okay. Okay, ഇവിടെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കുകയാണ്. എന്താണ് ആവാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്? ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കൂടുതലും ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതായത് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്ക് വരും, നിങ്ങളുടെ അടുത്ത് വളരെ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കും, പെട്ടെന്ന് വരും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ആ പേഴ്സണിനെ ഒന്നും മറന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് തൽക്കാലം ഞാൻ ഒന്നും ആലോചിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലപ്പോൾ സമയങ്ങളായിരിക്കും. ആ സമയത്ത് ഉണ്ടാവും പെട്ടെന്ന് അവർ ഓടിച്ചാടി വരും. ഓക്കെ, വന്ന് മെസ്സേജ് ഇടും, കുറേ സംസാരിക്കും, നിങ്ങളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. നിങ്ങൾ അങ്ങോട്ട് പക്ഷേ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങുമ്പോഴേക്കും അവർ വീണ്ടും വിട്ടുമാറി പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയാം. ഡെത്ത് കാണുന്നുണ്ട്, 2 of Wands ഉണ്ട്, ആൻഡ് ഇവിടെ 5 of Swords ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷൻ തൊണ്ടയിൽ ഭയങ്കര ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷനിൽ ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം, ഒരു മാറ്റം വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ചോയ്സിൻ്റെ കാര്യം കാണുന്നുണ്ട്, 2 കാര്യങ്ങളിലുള്ള ചോയ്സ്. കാരണം ഇവിടെ 2 of Cupsഉം ലവേഴ്സും വന്നതുകൊണ്ട് എനിക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ, അതിൻ്റെ ഒരു ചോയ്സ് എടുക്കുന്ന കാര്യമായിരിക്കും. ആ പേരിൽ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് എനർജി പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ആ തേർഡ് പാർട്ടി നിലവിലുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ ഫുൾ മൂൺ എന്താ നല്ല പോസിറ്റീവ് ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അധികം നെഗറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഫുൾ മൂൺ സമയത്ത് ഐ തിങ്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഈ പേര് പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ പറയുന്നുണ്ടാവാം ഒരു ചോയ്സ് എടുക്കൂ, നിങ്ങൾ തീരുമാനിക്കൂ എന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ടാവും. നിങ്ങളെ വേണോ, ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വേണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ പറയുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളുമായിട്ട് അവർക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, ഇത് നിങ്ങളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്നും പറയാം, രണ്ടും പറയാം. അപ്പോൾ ആ രീതിക്ക് ഐ തിങ്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അവർ പക്ഷേ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന് നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരവസ്ഥയായിരിക്കാം. ഇവിടെ വേൾഡ് ഉണ്ട് ആൻഡ് ഡെത്തും, രണ്ടും പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിൽ പറയാം. ഈ ഫുൾ മൂൺ ഐ തിങ്ക് ഐ തിങ്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മൈൻഡ് എത്ര പോസിറ്റീവായിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്ത് ആദ്യം അത് വേണം. നിങ്ങളുടെ മൈൻഡ് വളരെ പോസിറ്റീവായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നെഗറ്റീവായി കഴിഞ്ഞാൽ അവിടെ അതായത് നിങ്ങളുടെ മൈൻഡിൽ പോസിറ്റിവിറ്റി വെക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ആ രീതിക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായാലും വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് പറയാം. ആൻഡ് ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ മാറും എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് ചെയ്ത ആള് ഐ തിങ്ക് കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് ആലോചിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ മൈൻഡിലെങ്കിലും അവരുടെ മനസ്സിലെങ്കിലും അവരൊരു തീരുമാനമെടുത്ത് ഒരു ചോയ്സ് എടുത്ത് അവർ
ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട്, അത് അവർക്കും ആഗ്രഹമുണ്ട്, അവർക്കും ഈ റിലേഷൻഷിപ്പ് ആഗ്രഹം തന്നെയാണ്, വിഷാണ് അവരുടെ. 9 of Cups ആണ്. ഓക്കെ, അവരുടെ ഒരു ലൈക്ക് ആഗ്രഹം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്, നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ്. എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് എൻഡ് ചെയ്ത് മുന്നോട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ, ഒരു ഡിസിഷൻ ചോയ്സ് എന്ന് പറയാം. ഇതും ചോയ്സിന്റെ കാർഡ് തന്നെയാണ്. ചോയ്സ് എന്ന് പറയുമ്പോൾ ഈ ചോയ്സ് ചിലപ്പോൾ വേറെ തേർഡ് പാർട്ടി ആവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് അവരൊരു ചോയ്സ് എടുക്കണം. നിങ്ങളെ വേണോ, അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് കേൾക്കണോ, അല്ലെങ്കിൽ നിങ്ങളെ വേണോ, തേർഡ് പാർട്ടി വേണോ എന്ന രീതിക്ക് അവർ ആ ഒരു തീരുമാനം എടുക്കാനുണ്ട്, ഒരു തീരുമാനം അവരെടുക്കാനുണ്ട്. ഓക്കെ, ആ ഡിസിഷൻ എടുത്ത് അവരുടെ ആഗ്രഹം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ അവർ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ, ഇതുവരെ അവർ അതിനൊന്നും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി അതിനവർ ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. കാരണം അവർക്കൊരു ആഗ്രഹമുണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഇവിടെ ഹൈറോഫൻ്റ് ആണ്. സോ ചിലവർക്ക് ഇവിടെ ആക്ച്വലി എന്താ പറയുക, റിലീജിയൻ വേറെയൊക്കെ ആയിരിക്കും ചിലവർക്ക്, അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആൻഡ് ഇവിടെ ഫുൾ ഉണ്ട്, ന്യൂ ബിഗിനിങ് ആണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു പുതിയ തുടക്കം പ്രതീക്ഷിക്കാം, മാറ്റം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ അവർ ചിന്തിച്ചു തുടങ്ങും, അവരൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന രീതിയിൽ ചിന്തിച്ചെങ്കിലും തുടങ്ങും. കാരണം നിങ്ങൾ അത്രത്തോളം അവർ കെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രത്തോളം അവരെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ നിൽക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ. ഓക്കെ, അവർക്ക് ഈ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെയും ഹേർട്ട് ചെയ്യുന്നുണ്ട്. 5 അഗെയിൻ ഞാൻ ഐ തിങ്ക് മറ്റേ ഗൈഡൻസ് മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു 5 ചേഞ്ചിൻ്റെ കാര്യം. അതിലല്ലേ പറഞ്ഞേ, അത് ഇവിടെയാണോ? ഓക്കെ, ചിലപ്പോൾ മറന്നു. എനിവേ 5 വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. മെയ് മന്ത് ഈ ജൂൺ വരെയൊക്കെ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു എന്നാണ് പറയുന്നത്. സോ അതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ വീണ്ടും തോന്നുന്നത്. അപ്പം നിങ്ങളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് ഒട്ടും താല്പര്യമില്ല, അവർക്കും അങ്ങനെ ഇഷ്ടമില്ല. അവർക്കും നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ലൊരു ലൈഫ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കും ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടണം എന്നില്ല. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അവരും ഹേർട്ട് ആവുന്നുണ്ട് ഒരുപാട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അവർക്കും അത് സന്തോഷത്തോടെ അല്ല. ഓക്കെ, അവർക്കും അത് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശരിക്കും അവരുടെ ലൈഫിൽ ഒരു ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ക്വീൻ ആവാം, കിങ് ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ അത്രയും നിങ്ങൾ ആ ഒരു കെയർ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിയുമെന്ന് പറയാം. ഓക്കെ, ഫുൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ്. സോ പക്ഷേ ഈ ഫുൾ മൂൺ സമയത്ത് അവർ ഇമോഷണൽ ആകുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, സിറ്റുവേഷനെ കുറിച്ച് കുറച്ച് ചിന്തിക്കും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഫുൾ മൂൺ സമയത്ത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോൺടാക്ട് ഇല്ലെങ്കിൽ അവിടെ വിട്ടേക്കാം. ഓക്കെ, കോൺടാക്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു അകൽച്ച വരാനുള്ള സാധ്യതയാണ്. സൂക്ഷിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഒരു അകൽച്ച, ഒരു സെപ്പറേഷൻ, മിനി സെപ്പറേഷൻ, ചെറിയ സെപ്പറേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കുക എന്തായാലും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ കോൺഫ്ലിക്റ്റിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ഒരു നിങ്ങളെക്കുറിച്ച് ആലോചിക്കും. അവർക്ക് നിങ്ങളുടെ ആ സ്നേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കും അവർ. ഓക്കെ, ആ രീതിക്കാണ് എനിക്കിവിടെ കാണുന്നത്. എന്തെങ്കിലും കുറച്ച് കാർഡ്സ് കൂടി നോക്കിയേക്കാം. ഫുൾ മൂണിൻ്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് എനിക്ക് കാണുന്നത്. നല്ല ഇതാണ് പറയുമ്പോഴേക്കും ജഡ്ജ്മെന്റ്. ഓക്കെ, യെസ്, ഇതാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ജഡ്ജ്മെന്റ് കൊണ്ടുവരും. 10 of Pentacles ഉണ്ട്. എംപ്രസ് നിങ്ങളെ മാരേജ് ചെയ്യണം എന്നാണ് അവർക്ക് ആഗ്രഹം. നിങ്ങളെ മാരേജ് ചെയ്ത് ഒരു ഫാമിലി ആക്കി കൂടെ കൂട്ടണം എന്നാണ്. 10 of Pentacles 10 of Cups ആണ്. അങ്ങനെയാണ് അവരെ മനസ്സിലാഗ്രഹം. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ അധികം സംസാരിക്കുന്നില്ലെങ്കിൽ അവരെ അങ്ങനെ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ പിന്നാലെ പോകാൻ നിൽക്കണ്ട. അവർക്കും പക്ഷെ ഒരു വിഷമം ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർക്ക് ഇങ്ങനെ അകന്നിരിക്കുന്ന അവർക്ക് താല്പര്യമൊന്നുമില്ല, അവർക്ക് ഇഷ്ടമൊന്നുമില്ല. ആൻഡ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആക്ച്വലി അവരെ ആ ഒരു ഇമോഷണൽ ടൈമിലൊക്കെ അവർ ഇരിക്കുമ്പോൾ അവരെ കൂടുതൽ ചിന്തിപ്പിക്കും. അത് യൂണിവേഴ്സ് ആയിട്ട് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. അവർ ചിന്തിക്കും എന്നാണ് പറയുന്നത്. ഹെർമിറ്റ് മോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ആലോചനകളാണ്, ചിന്തിക്കലാണ്. ഈ സിറ്റുവേഷൻ അവർ നന്നായിട്ടൊന്ന് ആലോചിക്കും, മനസ്സിലാക്കും. ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ സമയം മാറി വരുന്ന കാര്യം അഗെയിൻ വേൾഡും ഉണ്ട്. സോ മാറ്റങ്ങൾ വരും നിങ്ങളുടെ സിറ്റുവേഷനിൽ. അതും നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള രീതിയിലാണ് അവരുടെ മൈൻഡിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സമയം, ഈ ഫുൾ മൂണിൻ്റെ ഒരു സമയം നിങ്ങളൊരു ലേശം സൂക്ഷിക്കാനുണ്ട്. കോൺഫ്ലിക്ട്സ് വരുമ്പോൾ അത് വലിയ മേജർ ഇതിലേക്ക് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കാം. സാധ്യതയില്ല, പക്ഷേ നിങ്ങൾ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ അവിടെ നിന്ന് അകന്ന് മാറാം.
ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കലും കംപ്ലയിൻസ് പറയലും അങ്ങനെയൊന്നും ചെയ്യാതെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ അവർ വേണം വെച്ച് ചിലപ്പോൾ ട്രിഗർ ചെയ്യും കേട്ടോ. അതങ്ങനെയാണ്, ഇങ്ങനത്തെ സമയങ്ങൾ അങ്ങനെയാണ്. വേണം വെച്ച് ചില ട്രിഗർ അവർ തരും, അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടും. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങളതിൽ പക്ഷെ നിന്ന് കൊടുക്കരുത്. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് ഒഴിവായി അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം ഒന്ന് പിടിച്ചേക്കാൻ, ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, നമുക്ക് പ്യൂരിറ്റി, ആക്ഷൻ, the masculine. Wow. New beginning, new moon, new beginnings. Okay. Focus. പേഷ്യൻസ്. യെസ്, നിങ്ങൾ നല്ലോണം ക്ഷമ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. ഫ്രൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ്. ഓക്കെ, നിങ്ങൾ ഫ്രൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 10 of Cups 10 of Pentaclesൻ്റെ ഒക്കെ ലെവലിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളുടെ കാര്യങ്ങളിൽ ഗ്രോത്ത് കാണും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് വരുമെന്ന് പറയാം. സക്സസ് വരുമെന്നൊക്കെ പറയാം. ആൻഡ് പേഷ്യൻസ് വെക്കണം. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ഓക്കെ, കുറച്ച് ക്ഷമ പാലിക്കേണ്ട ഒരു സമയമാണ്. ഫുൾ മൂൺ ആണ് ഇവിടെ കാണുന്നുണ്ടോ. ഫുൾ മൂൺ സമയത്ത് ലേശം പേഷ്യൻസ് വെക്കുക, ക്ഷമ വെക്കുക. ഓക്കെ, അവരുടെ നിങ്ങൾ അങ്ങോട്ട് പോയി ട്രിഗർ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് വന്ന് ട്രിഗർ ചെയ്താൽ നിങ്ങൾ അതിന് അല്പം ഒന്ന് മാറി നിൽക്കാനും ശ്രമിക്കാം. ഓക്കെ, പ്യൂരിറ്റി. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്യുവർ ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് ദേഷ്യങ്ങൾ വെക്കേണ്ട. ഓക്കെ, കുറ്റപ്പെടുത്തലുകൾ വേണ്ട. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പ്യുവർ ആയിട്ട് അവരെ സ്നേഹിക്കുക. ഓക്കെ, പ്യുവർ ലവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആക്ഷൻ ഉണ്ട് ഇവിടെ. ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ആക്ച്വലി വന്നത് 1 2 3 4 കാർഡ് നമുക്ക് ഫുൾ മൂണാണ്. ഇതും ഫുൾ മൂണാണ്. ഇത് മാത്രമേ ഒരു ലേശം വ്യത്യാസമുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഫുൾ മൂണിൻ്റെയാണ്. ഫുൾ മൂൺ ന്യൂ മൂണൊക്കെയാണ് പറയുന്നത്. ന്യൂ മൂണാണ് പക്ഷെ ഫുൾ മൂണാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു മെച്യൂർഡ് ആവും എന്ന് പറയാം. അത് മാസ്കുലിൻ ആവണമെന്നില്ല, ഫെമിനൈൻ ആയാലും അവരവരുടെ ഒരു കുറച്ച് മാസ്കുലൈൻ കൂടി ആവും എന്ന് പറയാം. ഫെമിനൈൻസ് ആണെങ്കിൽ ലേഡീസ് ആണ് അപ്പുറത്താണ്, നിങ്ങൾ മെൻ വാച്ചിങ് ആണെങ്കിൽ ലേഡീസ് അപ്പുറത്തുള്ളവരാണെങ്കിൽ അവർ കുറച്ചുകൂടി സ്ട്രോങ് ആവും എന്ന് പറയാം. ഓക്കെ, അവർക്ക് വേണ്ടത് അതായത് തീരുമാനം എടുക്കാനും അവർ നിങ്ങളെ ചൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനൊക്കെ അവരാ കുറച്ചുകൂടി ഒന്ന് ധൈര്യം അവർക്ക് കിട്ടുമെന്ന് പറയാം. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഫീമെയിൽ വാച്ചിങ് ആണെങ്കിലും നിങ്ങളുടെ മാസ്കുലിൻ അവരും കുറച്ചുകൂടി മെച്യൂർഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ അവർ കുറച്ചുകൂടി ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവും എന്ന് പറയാം. അവരവരുടെ ആ ഒരു മാസ്കുലിൻ എനർജിയിൽ ഫുള്ളായിട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ന്യൂ ബിഗിനിങ്സ് അഗൈൻ. ഓക്കെ, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ തീർച്ചയായിട്ടും വരും. ഫോക്കസ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവനവനെ ബാലൻസിൽ വെക്കുക, ക്ഷമയോടെ ഇരിക്കുക. പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞു, കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് വെക്കുക. ആൻഡ് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരിക. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ആക്ച്വലി നിങ്ങൾക്ക് അതിന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കൂടി പറ്റും. സോ ആ രീതിക്ക് നിങ്ങളുടെ ഫോക്കസ് പോസിറ്റീവിലേക്ക് വയ്ക്കുക. അതായത് എല്ലാ സിറ്റുവേഷനും ക്ലിയർ ആവും, എല്ലാം ക്ലിയർ ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നാവും എന്ന രീതിയിൽ നിങ്ങൾ മൈൻഡിൽ ആ ഒരു വിഷ്വലൈസിങ് കൊണ്ടുവരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കും, ഉറപ്പാണ്. ഓക്കെ, സോ ഈ ഫുൾ മൂണിൽ ഐ തിങ്ക് നല്ല മാറ്റങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇടയിൽ കോൺഫ്ലിക്ട്സ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രം നിങ്ങളൊന്ന് സൂക്ഷിക്കാം. ഓക്കെ, പക്ഷേ മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ നല്ലൊരു മാറ്റം വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. വെരി ഗുഡ്. ഓക്കെ, സോ നമ്പേഴ്സ് ഇവിടെ 30 ആണിത്. 15 30 പറയുമ്പോൾ 3 15 6 42 6 അഗൈൻ. ഇത് 2 ആണ്. 14 ആണ്. ഇപ്പോൾ 5 36 ഇവിടെ ഉണ്ട്. സോ 9. ഇതും 37 ആയിരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ വരെ കാർഡ്സ് നോക്കുകയാണ്. 37 സോ 10 1 അല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഡേറ്റ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആവുന്ന നമ്പർ ആയിരിക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ് ആവാം. ഓക്കെ, മീറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. സോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സോൾവ് ആവും എന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഈ നമ്പേഴ്സ് മെയിൻ നമ്പേഴ്സ് ആണെന്ന് കണക്കാക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക. ഫുൾ മൂൺ വീഡിയോസ് കാണുക. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.